MS വേർഡ് ഉപയോഗിച്ചിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുന്ന എക്സാമ്പിളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ഒരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടൈറ്റിലായിട്ട് നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, നോട്ടീസ് എന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ആ വേർഡ് സെലക്ട് ചെയ്യുക. വേർഡിൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യാനും മൗസ് അമർത്തി പിടിച്ചിട്ടൊന്ന് ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം ഫോണ്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്ന ടൂള്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണ്ടിന് എത്രയാണോ സൈസ് വേണ്ടത് അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ അടുത്ത് ഡിക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ളൊരു ടൂളുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് കുറയ്ക്കുകയും ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ടി കൂടി വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബോൾഡ് എന്നൊരു ടൂളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ബോൾഡ് ആക്കാം. ഇനി കൊടുത്തിട്ട് ഈ ടൈറ്റിൽ എന്നുള്ളത് നമുക്ക് ടൈറ്റിലിന് അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ അണ്ടർലൈൻ എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഏതൊരു വേർഡിൻ്റെയും പേരോ അതല്ലെങ്കിൽ ആ ടൂളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെച്ചാൽ മതി. എക്സാമ്പിൾ, ഈ വേർഡ് ബോൾഡ്, ഇത് ബോൾഡാണ്. ഈ ടൂൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെച്ചാൽ ഒരു ചെറിയൊരു ബോക്സിൽ ആ ടൂളിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഒപ്പം അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീയും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഈ വേർഡ് നമുക്ക് ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് കീബോർഡിൽ Ctrl+B എന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്താൽ മതി. അതേപോലെ ഇതിന് അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ Ctrl+U എന്നൊരു ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്താൽ മതി. അതേപോലെ ഈ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ കൊടുത്ത വേർഡ് നമുക്ക് നേരെ സെൻറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് സെൻറ്റർ എന്ന ടൂള്. ഈ സെൻറ്റർ എന്നുള്ള ടൂളിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+E ആണ്. ഓക്കെ, അതിനുശേഷം നമുക്കിതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത ലൈനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കാം. ഇനി ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും മുകളിൽ നമ്മൾ എന്താണോ കൊടുത്തത് അതേ സ്റ്റൈൽ തന്നെ ആയിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതിൽ ആൾറെഡി കൊടുത്ത എല്ലാ സ്റ്റൈലോടും ഒഴിവാക്കി നമ്മൾ ആദ്യം നമ്മളെ കമ്പ്യൂട്ടറിൽ ഡിഫാൾട്ടായിട്ട് ഏത് സ്റ്റൈലാണോ അതിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലിയർ ആൾ ഫോർമാറ്റിംഗ് എന്നൊരു ടൂളുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നോട്ടീസിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. പക്ഷേ നമ്മളെ കയ്യിൽ ഇപ്പോൾ കറൻ്റിലി കണ്ടൻറ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻറ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ജസ്റ്റ് ഈക്വൽ ടു അതിനുശേഷം റാൻഡ് എന്ന് എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം എത്ര കണ്ടൻറ് ആണോ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്, അത് എത്ര പാരഗ്രാഫാണോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വന്നൊരു 2 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 പാരഗ്രാഫ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പാരഗ്രാഫ് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് വരും. കറൻ്റിൽ ഇപ്പോൾ ഇവിടെയാണ് കേഴ്സർ നിൽക്കുന്നത്. ഈ കേഴ്സർ നമുക്കിതിൻ്റെ ഇപ്പോൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അതായത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അലൈൻ റൈറ്റ്. ഇതിനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+R. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേഴ്സർ അലൈൻ റൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു കണ്ടൻറ് എഴുതാം, ബൈ ICS മണ്ണാർക്കാട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നത്.